പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെയും കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന സുവോളജി ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഞാൻ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ഗമീറ്റോജനസിസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗമീറ്റോജനസിസിലെ രണ്ടാമത്തെ പാർട്ടായ ഊജനസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാനായി പോകുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്യാമറ്റോജനസിലെ ഫസ്റ്റ് ടൈപ്പായ സ്പെർമറ്റോജനസിനെ കുറിച്ച് പഠിച്ചല്ലോ. എന്താണ് സ്പെർമറ്റോജനസിസ്? നിങ്ങൾക്കറിയാം, സ്പെർമറ്റോജനസിസ് ഈസ് ദ ഫോർമേഷൻ ഓഫ് സ്പേംസ് ഇൻ ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഓഫ് ടെസ്റ്റസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്യാമറ്റോജനസിലെ സെക്കൻഡ് ടൈപ്പായ ഊജനസിസിനെ കുറിച്ചാണ്. എന്താണ് ഊജനസിസ് എന്ന് നോക്കാം. ഊജനസിസ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ഓവ ഇൻ ദ ഓവറീസ്. അണ്ഡാശയങ്ങൾക്കുള്ളിൽ അണ്ഡങ്ങൾ അഥവാ സ്ത്രീബീജങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് അണ്ഡോൽപാദനം അഥവാ ഊജനസിസ്. ഊജനസിസ് ഒക്കേഴ്സ് ഇൻ ഒവേറിയൻ ഫോളിക്കിൾസ്. അണ്ഡോൽപാദനം നടക്കുന്നത് അണ്ഡാശയത്തിലെ സെൽസായ അണ്ഡാശയ ഫോളിക്കിളുകളിൽ ആണ്. ഇൻ ഫീമെയിൽസ്, oogenesis starts at embryonic stage and completely stops around 50 years of age, which is indicated by menopause. അതായത് സ്ത്രീകളിൽ അണ്ഡോൽപാദനം ഭ്രൂണാവസ്ഥയിൽ തന്നെ തുടങ്ങുന്നു എങ്കിലും 50 വയസ്സോടുകൂടി അണ്ഡോൽപാദനം പൂർണ്ണമായി നിലയ്ക്കുന്നു. അതിനാൽ ഊജനസിസ് ഒരു ഡിസ്കണ്ടിന്യൂവസ് പ്രോസസ്സാണ്. നമുക്കറിയാം, സ്പെർമറ്റോജനസിസ് പ്യൂബർട്ടിയിൽ തുടങ്ങുന്നുവെങ്കിലും അത് ജീവിതാവസാനം വരെ തുടരുന്നു. അതിനാൽ സ്പെർമറ്റോജനസിസ് ഒരു കണ്ടിന്യൂവസ് പ്രോസസ്സാണ്. എന്നാൽ ഊജനസിസോ ഒരു ഡിസ്കണ്ടിന്യൂവസ് പ്രോസസ്സാണ്. കാരണം ഇത് 50 വയസ്സോടുകൂടി ഇത് നിലയ്ക്കുന്നു. ഇനി ആ ചാർട്ട് ശ്രദ്ധിക്കൂ. ഊജനസിസിലെ വിവിധ ഘട്ടങ്ങളെ അത് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഫീമെയിൽ ഗ്യാമേറ്റ് മദർ സെൽസ് അഥവാ ഊഗോണിയം മൈറ്റോസിസിലൂടെ പ്രൈമറി ഊസൈറ്റായി മാറുന്നു. ഈ പ്രൈമറി ഊസൈറ്റ് മിയോസിസിലൂടെ 2 പോളാർ ബോഡീസും ഒരു അണ്ഡം അഥവാ ഓവുമായി മാറുന്നു. ഈ ഘട്ടങ്ങളെക്കുറിച്ച് നമുക്ക് ഇനി വിശദമായി പഠിക്കാം. എ ബ്രീഫ് അനാലിസിസ് ഓഫ് ഊജനസിസ്. നാം സ്പെർമറ്റോജനസിസ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. സ്പെർമറ്റോജനസിസ് സ്റ്റാർട്ട്സ് ഓൺലി അറ്റ് പ്യൂബർട്ടി ഓർ സെക്ഷൽ മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് നമുക്കറിയാം. വേറാസ് ദ ഊജനസിസ് സ്റ്റാർട്ട്സ് മച്ച് എയർലി, ദാറ്റ് ഈസ് ഇൻ ദ എംബ്രിയോണിക് സ്റ്റേജ് ഇറ്റ് സെൽഫ്. അതായത് ഭ്രൂണവളർച്ചയുടെ 3-ാം മാസത്തോടു കൂടി തന്നെ ഭ്രൂണത്തിൻ്റെ അണ്ഡാശയങ്ങളിൽ ഊജനസിസ് ആരംഭിക്കുന്നു. സ്പെർമറ്റോജനസുമായി കമ്പയർ ചെയ്ത് പഠിക്കാമെങ്കിലും ഊജനസിസിന് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഫേസസ് ഉണ്ട്. അതിനാൽ ഊജനസിസ് വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഊജനസിസ് പഠിക്കുമ്പോൾ വിവിധ ജീവിതഘട്ടങ്ങളുടെ ക്രമത്തിൽ പഠിക്കുന്നതായിരിക്കും എളുപ്പം. അതായത് എംബ്രിയോണിക് സ്റ്റേജ്, ബർത്ത് സ്റ്റേജ്, ചൈൽഡ്ഹുഡ് സ്റ്റേജ്, പ്യൂബർട്ടി സ്റ്റേജ്, അഡൾട്ട്ഹുഡ് സ്റ്റേജ് എന്നിങ്ങനെ. ആദ്യമായി എയർലി എംബ്രിയോണിക് സ്റ്റേജിൽ ഒരു ഫീറ്റൽ ഓവറിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ നടക്കുന്നുവെന്ന് പഠിക്കാം. എ ഫീറ്റൽ ഓവറി ഹാസ് മില്യൺസ് ഓഫ് ഫീമെയിൽ ഗാമേറ്റ് മദർ സെൽസ് കോൾഡ് oogonia. We have to strictly notice this point that no more oogonia are formed after the birth. അതായത് ഒരു പെൺകുഞ്ഞ് ഭ്രൂണാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ അണ്ഡാശയങ്ങളിൽ ദശലക്ഷക്കണക്കിന് ഫീമെയിൽ ഗാമേറ്റ് മദർ സെൽസ് അഥവാ ഊഗോണിയകൾ രൂപം കൊള്ളുന്നു. ജനനശേഷം ഓവറിയിൽ ഒരു ഊഗോണിയവും പുതിയതായി ഉണ്ടാകുന്നില്ല. ഈ പോയിൻ്റ് വളരെ പ്രത്യേകം നോട്ട് ചെയ്യുക. നൗ ദീസ് മില്യൺസ് ഓഫ് oogonia മൾട്ടിപ്ലൈ ത്രൂ മൈറ്റോസിസ് ആൻഡ് ഫോം മില്യൺസ് ഓഫ് പ്രൈമറി oocytes. അതായത് ഫീറ്റൽ ഓവറിയിൽ കാണുന്ന ദശലക്ഷക്കണക്കിനുള്ള ഊഗോണിയകൾ തുടർച്ചയായ മൈറ്റോസിസിലൂടെ മില്യൺസ് ഓഫ് പ്രൈമറി oocyteകളായി മാറുന്നു. The next division is meiosis 1. The primary oocytes enter meiosis 1 and completes prophase 1 and temporarily arrested at this stage called meiotic arrest. The stages after prophase 1 will only restart at puberty just prior to the ovulation. അതായത് ദശലക്ഷക്കണക്കിന് വരുന്ന ഊഗോണിയകൾ ക്രമഭംഗത്തിലൂടെ വിഭജിച്ച് പ്രൈമറി ഊസൈറ്റുകളായി മാറുന്നു. ഈ പ്രൈമറി ഊസൈറ്റുകൾ മിയോസിസ് 1-ലെ പ്രോഫേസ് 1-ലേക്ക് കടക്കുന്നു. പ്രോഫേസ് 1 പൂർണ്ണമാകുന്നതോടുകൂടി തുടർച്ചയായ മിയോട്ടിക് ഡിവിഷൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നു. ഇതിനെ മിയോട്ടിക് അറസ്റ്റ് എന്ന് പറയുന്നു. മെറ്റാഫേസ് 1 മുതലുള്ള ബാക്കി ഡിവിഷൻസ് നടക്കുന്നത് പ്യൂബർട്ടി അറ്റൈൻ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും.
Now, the primary oocytes covered by a layer of granulosa or follicle cells of the ovary and form primary follicles or young follicles. അതായത് യങ് പ്രൈമറി oocyteകൾക്ക് ചുറ്റിലുമായി ഒരു ഗ്രാനുലോസ ലെയർ കൊണ്ട് ആവരണം ചെയ്യപ്പെടുന്നു. ഇങ്ങനെ പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ടാകുന്നു. അതിനാൽ പ്രൈമറി ഫോളിക്കിൾസിനുള്ളിൽ ഒരു പ്രൈമറി oocyte ഉണ്ടായിരിക്കും. ഇത്രയും ഇവൻറ്റ്സ് ആണ് ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ നടക്കുന്നത്. ഇനി ആ ഫ്ലോ ചാർട്ട് ശ്രദ്ധിക്കുക. അവിടെ മില്യൺസ് ഓഫ് ഊഗോണിയകൾ മൈറ്റോസിസിന് വിധേയമായി മില്യൺസ് ഓഫ് പ്രൈമറി oocyteകളായി മാറുന്നു. ഈ മില്യൺസ് ഓഫ് പ്രൈമറി oocyteകളിൽ പ്രോഫേസ് 1 നടക്കുന്നു. തുടർന്നുള്ള മിയോട്ടിക് ഡിവിഷൻസ് ടെമ്പററിയായി സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നു. ഈ പ്രൈമറി oocyteകളിൽ ഒരു ലെയർ ഗ്രാനുലോസ കവറിംഗ് ഉണ്ടാകുന്നു. ഇങ്ങനെ മില്യൺസ് ഓഫ് പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ടാകുന്നു. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എ ഫീറ്റൽ ഓവറി ഹാസ് മില്യൺസ് ഓഫ് പ്രൈമറി ഫോളിക്കിൾസ് കണ്ടെയ്നിങ് പ്രൈമറി oocytes. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു ഫീറ്റൽ ഓവറിയിൽ ദശലക്ഷക്കണക്കിന് പ്രൈമറി ഫോളിക്കിൾസും അവയ്ക്കുള്ളിൽ പ്രൈമറി oocytesഉം ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ബർത്ത് മുതൽ പ്യൂബർട്ടി വരെ ഓവറിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് പഠിക്കാം. In the previous slide, we studied that millions of primary follicles are formed in fetal ovary. During the growth of child from birth to puberty, these millions of primary follicles started degenerating. This breakdown or degeneration of primary follicles is called follicular atresia. അതായത് ഒരു പെൺകുട്ടിയുടെ അണ്ഡാശയത്തിലുള്ള ദശലക്ഷക്കണക്കിന് വരുന്ന പ്രൈമറി ഫോളിക്കിൾസുകൾ ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇതിനെ ഫോളിക്കുലാർ അട്രീഷ്യ എന്ന് പറയുന്നു. അറ്റ് പ്യൂബർട്ടി only 60,000 to 80,000 primary follicles only left in each ovary due to this follicular atresia. ഇങ്ങനെ ഫോളിക്കുലാർ ബ്രേക്ക്ഡൗൺ അഥവാ ഫോളിക്കുലാർ അട്രീഷ്യ നടക്കുന്നതിനാൽ ഓവറിയിലെ പ്രൈമറി ഫോളിക്കിൾസിൻ്റെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരുന്നു. ഇതിൻ്റെ എണ്ണം ഏകദേശം 60,000 മുതൽ 80,000 പ്രൈമറി ഫോളിക്കിൾസായി ചുരുങ്ങുന്നു. അതുകൊണ്ട് പ്യൂബർട്ടി സ്റ്റേജിൽ ഓവറിയിലെ പ്രൈമറി ഫോളിക്കിൾസിൻ്റെ എണ്ണം 60,000 മുതൽ 80,000 വരെ മാത്രം ആയിരിക്കും. ദീസ് പ്രൈമറി ഫോളിക്കിൾസ് ഗെറ്റ് സറൗണ്ടഡ് ബൈ മോർ ലെയേഴ്സ് ഓഫ് ഗ്രാനുലോസ സെൽസ് or follicular cells of the ovary and a new theca layer to form secondary follicles. These secondary follicles gradually transformed into tertiary follicles. അതായത് അവശേഷിക്കുന്ന 60,000 മുതൽ 80,000 പ്രൈമറി ഫോളിക്കിൾസിൽ വീണ്ടും ഓവറിയിലെ ഗ്രാനുലോസ അഥവാ ഫോളിക്കുലാർ സെൽസ് കൊണ്ട് ആവരണം ചെയ്യപ്പെടുന്നു. ഇതിനു പുറമെ ഒരു തീക്ക ലെയറും ഉണ്ടാകുന്നു. ഇങ്ങനെ സെക്കൻഡറി ഫോളിക്കിൾസ് ഉണ്ടാകുന്നു. ഈ സെക്കൻഡറി ഫോളിക്കിൾസ് വളർന്ന് ടെർഷറി ഫോളിക്കിൾസായി മാറുന്നു. ദ ടെർഷറി ഫോളിക്കിൾ ഹാസ് 3 parts: എ മെച്വർ പ്രൈമറി oocyte, എ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി കോൾഡ് ആൻട്രം ആൻഡ് എ തീക്ക ലെയർ. ദ തീക്ക ലെയർ ഹാസ് 2 parts: ഔട്ടർ തീക്ക എക്സ്റ്റർണ ആൻഡ് ഇന്നർ തീക്ക ഇൻറ്റേർണ. ടെർഷറി ഫോളിക്കിളിന് 3 ഭാഗങ്ങളുണ്ട്: എ മെച്വർ പ്രൈമറി oocyte, എ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി കോൾഡ് ആൻട്രം ആൻഡ് എ തീക്ക ലെയർ. ചുരുക്കി പറഞ്ഞാൽ പ്യൂബർട്ടി സ്റ്റേജിൽ ഓവറിയിൽ പ്രൈമറി ഫോളിക്കിൾസ് സെക്കൻഡറി ഫോളിക്കിൾസായി മാറുന്നു. സെക്കൻഡറി ഫോളിക്കിൾസ് ടെർഷറി ഫോളിക്കിൾസായും മാറുന്നു. ഈ ഫോളിക്കിൾസിൻ്റെ എല്ലാം ഉള്ളിൽ വളരുന്ന പ്രൈമറി oocytesകൾ ഉണ്ടായിരിക്കും. ടെർഷറി ഫോളിക്കിൾസിൻ്റെ ഉള്ളിൽ കാണുന്ന പ്രൈമറി oocyte പൂർണ്ണ വളർച്ചയെത്തിയ പ്രൈമറി oocyte ആയിരിക്കും. ഇനി എല്ലാവരും ആ ചാർട്ട് ശ്രദ്ധിക്കുക. നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ചാർട്ട് രൂപത്തിൽ അവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധയോടുകൂടി അത് വായിച്ച് മനസ്സിലാക്കുക. ഊജനസിസിൽ വളരെ ശ്രദ്ധിക്കേണ്ട ചില പോയിൻറ്റ്സ് ആണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഗ്രോത്ത് ഓഫ് പ്രൈമറി oocyte ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ടെർഷറി ഫോളിക്കിളിന് ഉള്ളിൽ പ്രൈമറി oocyte കാണുന്നു എന്ന് നിങ്ങൾ പഠിച്ചതാണ്. The primary oocyte within the tertiary follicle grows in full size and completes its first meiotic division. അതായത്
ടേർഷറി ഫോളിക്കിളിന് ഉള്ളിലെ പൂർണ്ണ വളർച്ചയെത്തിയ പ്രൈമറി oocyteൽ മിയോസിസ് 1 പൂർണ്ണമാകുന്നു. അതായത് നമുക്കറിയാം പ്രൈമറി oocyteൽ പ്രോഫേസ് 1 വരെ ആൾറെഡി നടന്നു കഴിഞ്ഞതാണ്. തുടർന്നുള്ള മെറ്റാഫേസ് 1 മുതലുള്ള ഘട്ടങ്ങളാണ് ഇപ്പോൾ ഇവിടെ പൂർണ്ണമാകുന്നത്. ഹിയർ ദ മിയോസിസ് 1 ഈസ് അൺഈക്വൽ ഡിവിഷൻ. The unequal meiosis 1 results in the formation of a large haploid secondary oocyte and a tiny haploid first polar body. അതായത് പ്രൈമറി oocyteൽ അൺഈക്വൽ മിയോസിസ് 1 നടന്ന് ഒരു വലിയ ഹാപ്ലോയിഡ് സെക്കൻഡറി oocyteും ഒരു ചെറിയ ഹാപ്ലോയിഡ് ഫസ്റ്റ് പോളാർ ബോഡിയും ഉണ്ടാകുന്നു. Now we can learn about the large haploid secondary oocyte. It is very important. The secondary oocyte is haploid and large cell. It has a bulk of nutrients and rich in cytoplasm. So it provides energy and nutrition to the developing zygote. Secondary oocyte ഒരു വലിയ സെല്ലാണ്. ഇതിൽ ധാരാളം ഭക്ഷ്യശേഖരണവും കോശദ്രവ്യവും കാണുന്നു. ഇത് ഉപയോഗിച്ചാണ് സൈഗോട്ട് അഥവാ സിക്താണ്ഡം വളരുന്നത്. കാരണം നമുക്കറിയാം സ്പേംസിന് റിസർവ് ഫുഡ് ഇല്ല. പ്ലാസൻ്റ ഫോർമേഷൻ വരെ ഭ്രൂണം ഉപയോഗിക്കുന്നത് സെക്കൻഡറി oocyteലെ ഈ റിസർവ് ഫുഡ് ആണ്. ഇനി എന്താണ് ഫസ്റ്റ് പോളാർ ബോഡി എന്ന് നോക്കാം. ഫസ്റ്റ് പോളാർ ബോഡി ഈസ് ഹാപ്ലോയിഡ് ആൻഡ് ടൈനി സ്ട്രക്ചർ. ഇറ്റ് ഈസ് ഫങ്ഷൻലെസ് ആൻഡ് ഇറ്റ് വിൽ ഡീജനറേറ്റ് ഇൻ ഹ്യൂമൻസ്. ഇനി ഫസ്റ്റ് പോളാർ ബോഡിയുടെ കാര്യമെടുത്താൽ ഫസ്റ്റ് പോളാർ ബോഡിക്ക് മനുഷ്യ പ്രത്യുൽപാദനത്തിൽ യാതൊരു ഫങ്ഷൻസും ഇല്ല. ഇവ ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. ദ ടേർഷറി ഫോളിക്കിൾ ഫർദർ ഡെവലപ്ഡ് ഇൻ ടു ഫുള്ളി ഗ്രോൺ മെച്ചുവർ ഫോളിക്കിൾ കോൾഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ടേർഷറി ഫോളിക്കിൾ വളർന്ന് പൂർണ്ണ വളർച്ചയെത്തിയ ഫോളിക്കിളായ ഗ്രാഫിയൻ ഫോളിക്കിളായി മാറുന്നു. അതുകൊണ്ടൊരു ചോദ്യം, അണ്ടാശയത്തിലെ മെച്ചുവർ ഫോളിക്കിൾ അല്ലെങ്കിൽ ഫുള്ളി ഗ്രോൺ ഫോളിക്കിൾ ഏതാണ്? ഉത്തരം ഗ്രാഫിയൻ ഫോളിക്കിൾ. ഇനി ഒരു ഗ്രാഫിയൻ ഫോളിക്കിളിന് ഉള്ളിൽ കാണുന്ന oocyte ഏതായിരിക്കും? ഉത്തരം സെക്കൻഡറി oocyte. ഇനി ഗ്രാഫിയൻ ഫോളിക്കിൾ ഒരു ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഏതാണ് ആ ഹോർമോൺ? ഫീമെയിൽ സെക്സ് ഹോർമോണായ ഈസ്ട്രജൻ. ഇനി എല്ലാവരും ആ ചിത്രം ശ്രദ്ധിക്കുക. അതിൽ ഓവറിയുടെ സെക്ഷണൽ വ്യൂ നിങ്ങൾക്ക് കാണാം. അവിടെ നമുക്ക് ഡെവലപ്പിംഗ് oocyteകളും ഫോളിക്കിൾസുകളും വ്യക്തമായി കാണാൻ സാധിക്കും. ഇനി ആ ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ഓവറിയിൽ എങ്ങനെയാണ് oocyteകളും ഫോളിക്കിളുകളും ഉണ്ടാകുന്നത് എന്ന് അത് സൂചിപ്പിക്കുന്നു. ആദ്യമായി അവിടെ ഒരു ഊഗോണിയം കാണാം. ഈ ഊഗോണിയത്തിൽ മൈറ്റോസിസ് നടന്ന പ്രൈമറി oocyte ഉണ്ടാകുന്നു. ഈ പ്രൈമറി oocyte ബർത്ത് മുതൽ പ്യൂബർട്ടി വരെ ഓവറിയിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ പ്രൈമറി oocyte കാണുന്നത് ഓവറിയിലെ ടേർഷറി ഫോളിക്കിളിൽ ആയിരിക്കും. ഈ ടേർഷറി ഫോളിക്കിളിലെ പ്രൈമറി oocyteൽ മിയോസിസ് 1 പൂർണ്ണമാകുന്നു. അങ്ങനെ സെക്കൻഡറി oocyte ഉണ്ടാകുന്നു. ഇനി എങ്ങനെ ഫോളിക്കിൾസ് ഉണ്ടാകുന്നു എന്ന് നോക്കാം. പ്രൈമറി oocyteന് പുറത്ത് ഒരു ലെയർ ഗ്രാനുലോസ കവറിംഗ് ഉണ്ടാകുന്നു. അങ്ങനെ പ്രൈമറി ഫോളിക്കിൾ ഉണ്ടാകുന്നു. ഈ പ്രൈമറി ഫോളിക്കിളിനെ കവർ ചെയ്തുകൊണ്ട് വീണ്ടും കൂടുതൽ ഗ്രാനുലോസ ആവരണങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ സെക്കൻഡറി ഫോളിക്കിൾസ് ഉണ്ടാകുന്നു. ഈ സെക്കൻഡറി ഫോളിക്കിൾസ് ട്രാൻസ്ഫോർമേഷൻ നടന്ന് മെച്ചുവർ ഫോളിക്കിളായ ഗ്രാഫിയൻ ഫോളിക്കിൾസായി മാറുന്നു. അതായത് 3 ഫോളിക്കിൾസ്, അതായത് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷറി ഫോളിക്കിൾസിനുള്ളിൽ പ്രൈമറി oocyteകളും ഗ്രാഫിയൻ ഫോളിക്കിളിനുള്ളിൽ സെക്കൻഡറി oocyteും കാണാം. ഇത് ഓർത്തിരിക്കുക. Secondary oocyte in graphian follicle forms a new membrane called zona pellucida. അതായത് ഗ്രാഫിയൻ ഫോളിക്കിളിലെ സെക്കൻഡറി oocyteനെ ചുറ്റിലും ഒരു സ്ഥലം ഉണ്ടാകുന്നു. ഇതിനെ സോണ പെല്ലുസിഡ എന്ന് പറയുന്നു. ദ ഗ്രാഫിയൻ ഫോളിക്കിൾ സെക്രീറ്റ്സ് ഈസ്ട്രജൻ. ഗ്രാഫിയൻ ഫോളിക്കിൾ
സ്ത്രീ പ്രത്യുൽപാദന ഹോർമോണായ ഈസ്ട്രോജനെ ഉൽപ്പാദിപ്പിക്കുന്നു. ദ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചേർഡ് ആൻഡ് സെക്കൻഡറി oocyte released under the influence of luteinizing hormone secreted by pituitary gland. This process is called ovulation. അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ലൂട്ടിനൈസിംഗ് ഹോർമോണിൻ്റെ സഹായത്താൽ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് സെക്കൻഡറി oocyte റിലീസ് ചെയ്യുന്നു. ദ റിലീസ് ഓഫ് സെക്കൻഡറി oocyte ഫ്രം ദ ഗ്രാഫിയൻ ഫോളിക്കിൾ ഈസ് കോൾഡ് ഓവുലേഷൻ. The ruptured Graafian follicle transformed into another endocrine gland called corpus luteum. The corpus luteum secretes progesterone. റപ്ചർ ചെയ്യപ്പെട്ട ഗ്രാഫിയൻ ഫോളിക്കിൾ രൂപമാറ്റം സംഭവിച്ച് മറ്റൊരു എൻഡോക്രൈൻ ഗ്ലാൻഡായ കോർപ്പസ് ലൂട്ടിയമായി മാറുന്നു. കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോണിനെ പ്രഗ്നൻസി ഹോർമോൺ എന്നും പറയുന്നു. അതുകൊണ്ട് ഓവറി ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. കാരണം ഓവറിയിലെ കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോണിനെയും ഗ്രാഫിയൻ ഫോളിക്കിൾ ഈസ്ട്രോജനെയും ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി നമുക്ക് oogenesisലെ വിവിധ ഘട്ടങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഫ്ലോ ചാർട്ട് പഠിക്കാം. ഇത് oogenesis പഠിക്കാൻ ഏറെ സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. A fetal ovary has millions of oogonia. These millions of oogonia undergo mitosis and produce millions of primary oocytes. These millions of primary oocytes enter meiosis 1 and get temporarily arrested at prophase 1. Then these primary oocytes start growing. The growing primary oocytes are covered by one layer granulosa and form millions of primary follicles. From birth to puberty, these millions of primary follicles undergo follicular atresia or breakdown, so their number reduced to 60,000 to 80,000. Now these primary follicles again covered by more layers of granulosa and a new theca and form secondary follicles. The secondary follicles transformed to tertiary follicles. The tertiary follicle has a fully grown primary oocyte, a fluid-filled cavity called antrum, and a theca layer. The fully grown primary oocyte in the tertiary follicle completes meiosis 1, which is an unequal division, and form a big haploid secondary oocyte and a small haploid first polar body. Now the tertiary follicle changed to Graafian follicle. The Graafian follicle, which is the mature follicle in the ovary, secretes estrogen. It ruptures and releases secondary oocytes. This is called ovulation. ഇനി നമുക്ക് സെക്കൻഡറി oocyteലെ ഡിവിഷൻ എന്താണെന്ന് പഠിക്കാം. The division of the secondary oocyte. Just prior to the fertilization, the sperms enters into the cytoplasm of the secondary oocyte through penetrating zona pellucida and the plasma membrane. അതായത് ബീജസംയോഗത്തിന് തൊട്ടു മുൻപായി സ്പേം സെക്കൻഡറി oocyteൻ്റെ ആവരണങ്ങളായ സോണ പെലിസിഡയും പ്ലാസ്മ സ്തരവും ഭേദിച്ച് സെക്കൻഡറി oocyteൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് പ്രവേശിക്കുന്നു. ദിസ് എൻട്രി ഓഫ് ദ സ്പേം ഇൻ ടു ദ സൈറ്റോപ്ലാസം ഓഫ് ദ സെക്കൻഡറി oocyte ഇൻഡ്യൂസസ് മിയോസിസ് 2 ഓഫ് ദ സെക്കൻഡറി oocyte. സെക്കൻഡറി oocyteൻ്റെ സൈറ്റോപ്ലാസത്തിലേക്കുള്ള പുംബീജത്തിൻ്റെ ഈ പ്രവേശനം സെക്കൻഡറി oocyteൽ മിയോസിസ് നടക്കാൻ പ്രേരിപ്പിക്കുന്നു. അതായത് മിയോസിസ് 2 നടക്കാൻ പ്രേരിപ്പിക്കുന്നു. ഈ പോയിൻ്റ് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് കേൾക്കൂ. എപ്പോഴാണ് സെക്കൻഡറി oocyteൽ മിയോസിസ് 2 നടക്കുന്നത്? ഉത്തരം എന്താണ്? അതെ, സെക്കൻഡറി oocyteൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് പുംബീജം
പ്രവേശിക്കുമ്പോഴാണ് സെക്കൻഡറി oocyteൽ meiosis II നടക്കുന്നത്. So, the secondary oocyte finishes meiosis II and forms a small haploid second polar body and a big haploid ovum or oocyte. അതായത് സെക്കൻഡറി oocyteൽ meiosis II നടന്ന് ഒരു വലിയ ഹാപ്ലോയിഡ് ഓവം അഥവാ ഊറ്റിഡും ഒരു ചെറിയ ഹാപ്ലോയിഡ് സെക്കൻഡ് പോളാർ ബോഡിയും ഉണ്ടാകുന്നു. ഓവം ഈസ് ദ ഫീമെയിൽ ഗാമേറ്റ് വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് എഗ്. ഓവമാണ് സ്ത്രീ ബീജം. ഇതിനെ എഗ് എന്നും പറയുന്നു. മലയാളത്തിൽ ഇതിനെ അണ്ഡമെന്നും പറയുന്നു. ദ സെക്കൻഡ് പോളാർ ബോഡി ഈസ് ഫങ്ഷൻലെസ് ആൻഡ് വിച്ച് ഡീജനറേറ്റ്സ് ഇൻ ഹ്യൂമൻസിൽ അല്ലെങ്കിൽ മനുഷ്യരിൽ സെക്കൻഡ് പോളാർ ബോഡിക്ക് പ്രത്യേകിച്ച് യാതൊരു ഫംഗ്ഷനുമില്ല. ഇത് ഡീജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി ആ ചാർട്ട് എല്ലാവരും ശ്രദ്ധിക്കൂ. സെക്കൻഡറി oocyte ഫെർട്ടിലൈസേഷന് തൊട്ട് മുൻപായി മിയോസിസ് പൂർണ്ണമായി, അതായത് meiosis II പൂർത്തിയാക്കി 2 സെല്ലുകളായി മാറുന്നു. വലിയ സെല്ലിനെ ഓവം അഥവാ ഊറ്റിഡെന്നും ചെറിയ സെല്ലിനെ സെക്കൻഡ് പോളാർ ബോഡി എന്നും പറയുന്നു. ഇവ രണ്ടും ഹാപ്ലോയിഡാണ്. ദ സ്ട്രക്ചർ ഓഫ് ഓവം. സ്ത്രീബീജമായ അണ്ഡത്തിൻ്റെ ഘടനയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ദ ഓവം ഈസ് ദ ബിഗ്ഗസ്റ്റ് സെൽ ഇൻ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ കോശമാണ് ഓവം അഥവാ അണ്ഡം. ദ എഗ് ഓർ ഓവം had a central haploid nucleus with rich cytoplasm and reserve food. അണ്ഡത്തിൽ ഒരു ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ട്. ഇതിൻ്റെ ക്രോമസോം നമ്പർ 23 ആണെന്ന് നിങ്ങൾക്കറിയാം. കൂടാതെ ധാരാളം സൈറ്റോപ്ലാസവും ഭക്ഷണ ശേഖരണവും ഉണ്ട്. ദ ഓവം ഹാസ് 3 layers. 1. Plasma membrane, which is the innermost layer. 2. Zona pellucida, which is the middle layer. 3. Corona radiata, which is the outermost layer of follicle cells or granulosa. അതായത് ഓവത്തിന് 3 ആവരണങ്ങളുണ്ട്. ഏറ്റവും ഉള്ളിലായി പ്ലാസ്മ സ്തരം, നടുക്കായി സോണ പെലുസിഡ, ഏറ്റവും പുറമേ കാണുന്ന ഗ്രാനുലോസ ലെയറായ കൊറോണ റേഡിയേറ്റ. ഇനി എല്ലാവരും ആ ചിത്രം ശ്രദ്ധിക്കുക. അത് ഒരു ഓവത്തിൻ്റെ മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. അവിടെ നമുക്ക് ഓവത്തിൻ്റെ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, അതിൻ്റെ വ്യത്യസ്ത ആവരണങ്ങളൊക്കെ കാണാൻ പറ്റും. ആ ആവരണങ്ങൾ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. കൊറോണ റേഡിയേറ്റ, സോണ പെലുസിഡ, പെരിവിറ്റലൈൻ മെംബ്രെയിൻ ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ. ഇത് വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുക. ഓരോ പാർട്ടുകളും നോട്ട് ചെയ്യുക. ദ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് oogenesis. ആ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന ആ സ്കീമാറ്റിക് ഡയഗ്രാം oogenesisനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. നമ്മൾ ഇതുവരെ പഠിച്ച oogenesisൻ്റെ ഇൻഫർമേഷൻ വച്ച് ഈ സ്കീമാറ്റിക് ഡയഗ്രാം പഠിക്കാൻ ശ്രമിക്കുക. പരീക്ഷയ്ക്ക് വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത്. ഇതിലെ പല സ്റ്റേജുകളും വിട്ട് തരാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ പൂർണ്ണമാക്കേണ്ടി വരും. അതുകൊണ്ട് ആ ഓരോ സ്റ്റേജുകളും ആ സ്റ്റേജിൽ നടക്കുന്ന ഡിവിഷൻസ് ഏതാണെന്നും വ്യക്തമായി അറിഞ്ഞിരിക്കുക. അതുപോലെ ഓരോ സ്റ്റേജിലും വരുന്ന മേജർ സെല്ലുകളായ ഊഗോണിയ, പ്രൈമറി oocyte, സെക്കൻഡറി oocyte, ഓവം എന്നിവയുടെ ക്രോമസോം നമ്പറും നോട്ട് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് oogenesisനെ കാണിക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ക്ലിപ്പ് കാണാം. The ovary is the site of the development of the oocyte. Within the ovaries, follicles develop. Each follicle houses an oocyte, which matures simultaneously with the follicle. The primary follicle houses an oocyte encapsulated by a coating called the zona pellucida. It also contains a layer of granulosa cells that surrounds the oocyte. The secondary follicle contains many more granulosa cells, and an accumulation of follicular fluid that is secreted by granulosa cells. This fluid coalesces in the follicle to form the antrum. A mature follicle is much larger than a secondary follicle, and the antrum occupies a greater portion of the follicle. It is within the mature follicle that the first meiotic division of the oocyte is completed, to produce a secondary oocyte and the first polar body.
The secondary oocyte receives most of the cytoplasm from the cell division. However, the nuclei and the chromosomes are divided equally. The polar body degenerates. The mature follicle ruptures at ovulation to release the secondary oocyte and a corona of granulosa cells into the uterine tube. The second meiotic division cannot be completed unless the secondary oocyte unites with the sperm cell. As a result of this division, a second polar body is formed, and the oocyte and sperm nuclei combine to form a zygote. The hormonal control of oogenesis. അതായത് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം oogenesisനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പഠിക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഹോർമോണൽ കൺട്രോൾ ഓഫ് oogenesisനെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. പക്ഷേ നമ്മൾ സ്പെർമറ്റോജനസിസിൽ ഇതേ കാര്യം പഠിക്കുന്നുണ്ട്. അതുമായി വളരെ സാദൃശ്യമുള്ളതാണ് ഹോർമോണൽ കൺട്രോൾ ഓഫ് oogenesis. നമുക്കെന്താണെന്ന് പരിശോധിക്കാം. അറ്റ് പ്യൂബർട്ടി ഓർ സെക്ഷൽ മെച്യൂരിറ്റി, hypothalamus release a releasing hormone called gonadotropin releasing hormone or GnRH. The GnRH stimulates anterior pituitary to release two gonadotropins, follicle stimulating hormone and luteinizing hormone. The follicle stimulating hormone helps in the development of GRAAFIAN follicles. The GRAAFIAN follicle secretes estrogen, which is the major female sex hormone. On the other hand, luteinizing hormone promote the rupturing of GRAAFIAN follicle and convert it to another endocrine gland called corpus luteum. While the rupturing of GRAAFIAN follicle, the secondary oocyte releases, which is called ovulation. The corpus luteum releases a hormone called progesterone, which is also known as pregnancy hormone. അതായത് സെക്ഷൽ മെച്യൂരിറ്റി അല്ലെങ്കിൽ പ്യൂബർട്ടി സമയത്ത് ഹൈപ്പോതലാമസ് GnRH എന്ന റിലീസിംഗ് ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ GnRH ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയെ സ്റ്റിമുലേറ്റ് ചെയ്യിച്ച് രണ്ട് ഗൊണാഡോട്രോപ്പിൻസ് ഉൽപ്പാദിപ്പിക്കുന്നു, FSH ആൻഡ് LH. FSH ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ഫോർമേഷന് സഹായിക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഈസ്ട്രജൻ എന്ന മേജർ ഫീമെയിൽ സെക്സ് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നു. ലൂട്ടിനൈസിംഗ് ഹോർമോൺ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ റപ്ചറിനെ സഹായിക്കുന്നു. അങ്ങനെ റപ്ചർ ചെയ്ത ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്നും സെക്കൻഡറി oocyte റിലീസ് ചെയ്യുന്നു. ഇതിനെ ഓവുലേഷൻ എന്ന് പറയുന്നു. റപ്ചേർഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ കൺവെർട്ട് ചെയ്ത് മറ്റൊരു എൻഡോക്രൈൻ ഗ്ലാൻഡായ കോർപ്പസ് ലൂട്ടിയമായി മാറുന്നു. ഈ കോർപ്പസ് ലൂട്ടിയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്റ്ററോൺ, which is known as pregnancy hormone. A comparative study of spermatogenesis and oogenesis. സ്പെർമറ്റോജനസിസും oogenesis തമ്മിലുള്ള ഒരു താരതമ്യ പഠനം. Spermatogenesis is the process of formation of sperms. Oogenesis is the process of formation of ovum. Spermatogenesis occurs in testis. Oogenesis occurs in ovary. Spermatogenesis starts at puberty and extends throughout the life. So it is a continuous process. Oogenesis is discontinuous as it starts at embryonic stage and stops around 50 years. Through spermatogenesis, motile male gametes are produced. Oogenesis produces non-motile female gametes. No polar bodies are formed in spermatogenesis. Two polar bodies are formed in oogenesis. In spermatogenesis, equal cytokinesis occur, which produces 4 sperms, which are identical. In oogenesis, cytokinesis is unequal and produces a big ovum and 2 small polar bodies. കുട്ടികളെ, ഇനി കുറച്ച് അസൈൻമെൻറ്റ്സ് തരാം. ഇത് നോട്ടിൽ എഴുതാൻ മറക്കരുത്. 1. During fetal stage, millions of primary follicles are formed in each ovary. Do you agree? At puberty, how many primary follicles left in each ovary and why? 2. At which stage of meiosis the primary oocyte temporarily arrested its division? When it resumes? 3. Secondary oocyte retains bulk of the
nutrient-rich cytoplasm of the primary oocyte. Can you think of any advantage for this? 4. When did the secondary oocyte completes meiosis 2? 5. Name the oocytes and their ploidy in the following follicles: primary follicles, secondary follicles, tertiary follicles, and GRAAFIAN follicles. 6. Try to self-draw the schematic representation of oogenesis. 7. Ovary is an endocrine gland. Do you agree? Justify. ഇതുവരെ ക്ലാസ് ശ്രദ്ധിച്ചു കേട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.